ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇന്ന് ഞാൻ പതിയെ വീഡിയോ കാര്യങ്ങളൊക്കെ തിരിച്ചെൻ്റെ റൊട്ടീനിലോട്ട് കൊണ്ടുവരാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മടിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് ഞാൻ കുറേ എക്സ്ക്യൂസ് ഇങ്ങനെ കണ്ടെത്തി എന്നെ തന്നെ ഇങ്ങനെ ബോധിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ കുറേ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കും, എന്നിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പോകും. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ഇത്. പിന്നെ എൻ്റെ കസിൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ചോദിച്ചു, എന്താ ലിയ വീഡിയോ ഇടാത്തേ, അങ്ങനെയൊക്കെ ചോദിച്ചപ്പം അയ്യോ ശരിയാണല്ലോ, ലൈക്ക് അവരൊക്കെ ഇങ്ങനെ എൻ്റെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. ലൈക്ക് എനിക്കങ്ങനെ ഒരു ഇത് തോന്നി. സോ ഇന്ന് തൊട്ട് ഞാൻ പിന്നെയും വ്ളോഗ്സൊക്കെ ഇടും. അങ്ങനെയൊക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ എന്തായാലും പുറത്ത് പോകാൻ പോവുകയാണ്. സൺഡേ ആണ്. സോ ഞാൻ ബാഹുബലി സിനിമ കാണാമെന്ന് വിചാരിച്ച്. ലൈക്ക് അത് റിലീസ് വരണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കാണണമെന്നുണ്ടായിരുന്ന ഒരു ഫിലിമായിരുന്നു. ലൈക്ക് 1ഉം 2ഉം ഒരുമിച്ചല്ലേ. സോ അതെനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുപോലെ കുറേ ഡിലീറ്റഡ് സാധനങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതല്ല, എനിക്ക് മെയിനായിട്ട് 1ഉം 2ഉം ഒരുമിച്ച് ഒരു ഇതിൽ കാണണമെന്നുണ്ടായിരുന്നു. സോ നമുക്ക് ബാഹുബലി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാം. അതും ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത് ബാംഗ്ലൂരാണ്. സോ നമുക്ക് ബാംഗ്ലൂരിലോട്ട് പോവാം. സോ നമ്മൾ ഇന്ന് ഈ ഒരു കുർത്തിയാണ് ഇടാൻ പോകുന്നത്. ഇതെൻ്റെ അമ്മയുടെ ഫേവറേറ്റ് കുർത്തിയാണ്, അതുപോലെ ആര്യയുടെയും ഫേവറേറ്റ് കുർത്തിയാണ്. പക്ഷെ എനിക്ക് ഇതെല്ലാവരും ഇടുന്നൊരു മീൻസ് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു സാധനം. എനിക്കിഷ്ടമാണ്. നമുക്ക് ഇറങ്ങണം. ലൈക്ക് ബസ്സിൽ വേണം പോകാനായിട്ട്. സോ പെട്ടെന്ന് തന്നെ ഇറങ്ങണം. സൺസ്ക്രീൻ ഇല്ല. എൻ്റെ ഒരു കോമഡി ആക്കണം. ലൈക്ക് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ച് ഞാനിനി നല്ല കൂടിയ സൺസ്ക്രീനൊക്കെ വാങ്ങുള്ളൂ. ലൈക്ക് എൻ്റെ പേര് UV ഡോട്ട്സ് അങ്ങനത്തെ കുറച്ച് മെഡിക്കേറ്റഡ് കണ്ടൻറ്റും കൂടെ ഉള്ള സൺസ്ക്രീനെ വാങ്ങുള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിച്ച്. അങ്ങനെ ഞാൻ 2-3 മാസം സൺസ്ക്രീൻ ഇടാതെ സർവൈവ് ചെയ്ത് വാങ്ങണമെന്ന് വിചാരിക്കും. ഞാൻ അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് എന്തെങ്കിലും ആവശ്യം വരും, അപ്പോൾ ആ പൈസ അതങ്ങ് പോവും. സോ ഞാൻ വാങ്ങാതെ സൺസ്ക്രീൻ ഇടൂലായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഇടൂല. അങ്ങനെ ഇടാതെ ഫുൾ ടാൻ അടിച്ചു. ആ മധുരയിലൊക്കെ ആ വെയിലത്തിന് ഞാൻ സൺസ്ക്രീൻ ഇടാതെയാണ് നടന്നത്. അങ്ങനെ ഫുൾ ടാൻ. അത് കാണാൻ പറ്റും. അന്നും ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ ചുരിദാറിൻ്റെ കൈയുടെ ലെന്ത്. അവിടം വരെ ഒരു കളറ്, പിന്നെ അങ്ങോട്ട് വേറൊരു കളറ്. അങ്ങനെ 2 കളറിലാണ് എൻ്റെ കൈ ഇരിക്കുന്നത്. സോ ഞാൻ എന്നിട്ട് നാണമില്ലാത്ത ഞാൻ എന്ത് ചെയ്ത് ഈ ഒരു സൺസ്ക്രീൻ ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു, എന്നിട്ട് ഇടൂലായിരുന്നു. സോ എന്നിട്ട് ഞാൻ ആ സൺസ്ക്രീൻ പിന്നെ എടുത്തു. എന്നിട്ടിപ്പോൾ ഇതാണ് ഇടുന്നത്. എന്താണ് എൻ്റെ കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇപ്പം ഞാൻ സൺസ്ക്രീൻ ഇടും. പുതിയത് വാങ്ങിയെന്ന് വെച്ചാൽ ഇല്ല, പഴയത് തന്നെ ഇടും. ഇത് പണ്ടേ ഇട്ടാൽ മതിയായിരുന്നു, ഇപ്പം ഇത്രയും ടാൻ ആവില്ലായിരുന്നു. ആരെടുത്ത് പറയാനാണ്. എന്ന് ഇനി ബാക്കി ടാനും കൂടെ കിട്ടും. സ്ലീവ്ലെസ് ഇട്ട് പിന്നെ മുടി നല്ല കൊഴിഞ്ഞ് എനിക്കതുകൂടെ മുടിയില്ല. അമ്മാതിരി ഇങ്ങനെ കൊഴിഞ്ഞ് വരണം. അത് തൊട്ടാൽ കൊഴി. ഇപ്പോൾ യെസ്, ഇപ്പം എങ്ങനെ ഞാൻ കാണിച്ചിരുന്നതാ മുടി ഇങ്ങനെ കൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ലൈക്ക് ഇത്രയാക്കിയാലോ, ഇത്രയും. എന്നിട്ട് പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. അമ്മ പറയണ വേണ്ട, ഇതിവിടുത്തെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് മുടി കൊഴിയണത്, വെട്ടരുതേ. പക്ഷെ എനിക്ക് വെട്ടണമായിരുന്നു. അയ്യോ, ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വരാം. ഓക്കെ, നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ ക്യാമറയുടെ അകത്തൊന്നും നിൽക്കുകയാണല്ലേ. ഓക്കെ,
കുറച്ച് ഡിസ്റ്റൻസ് ഒക്കെ നിൽക്കട്ടെ. ഓക്കെ, നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഒന്നും ഇട്ടിട്ടില്ല. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ഐലൈനർ, ലിപ്സ്റ്റിക്കിന് കുറച്ചെടുത്ത് ബ്ലഷ്. ഇനി എൻ്റെ മേജർ ഡൗട്ടാണ്, പൊട്ട് വേണോ വേണ്ടി. ലൈക്ക് ചുരിദാർ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു പൊട്ട് വേണമെന്ന്. പക്ഷെ പൊട്ട് വെച്ചാൽ ഓവറായി പോകും. അങ്ങനെയും ഒരു ഡൗട്ട്. വെച്ച് നോക്കാം. കൺഫ്യൂഷൻ. വാട്ട് ഐ ആം ഡൂയിങ്. നമുക്കിത് വെച്ചിട്ട് വേണ്ടെങ്കിൽ മാറ്റാം. ഓക്കെ, ഇനി മുടി കെട്ടാം. മുടി എന്ത് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടെ. ചവറ് മാതിരി ഇരിക്ക്. എന്തെങ്കിലും ചെയ്ത് വെക്കാം. മുടി സെറ്റാക്കിയിട്ട് വരാം. സോ ഞാൻ ഇറങ്ങി. ഓൾറെഡി ലേറ്റാണ്. ലൈക്ക് ലാസ്റ്റ് മിനിറ്റ്. അയ്യോ, എന്താണ് നെയിൽ പോളിഷ് ഇടല്. ഇതൊക്കെയായിരുന്നു എൻ്റെ പണി. സാധാരണ ചെരുപ്പാണ് ഇട്ട ചപ്പൽ. അപ്പോൾ നെയിൽ പോളിഷ് ഒന്നും കാലില്ലായിരുന്നു. അങ്ങനെ നെയിൽ പോളിഷൊക്കെ ഇട്ട് എന്തൊക്കെ കാണിച്ചെന്താ. മുടി ഇതാ ഇവിടെ മാത്രം ആലി സ്ട്രെയിറ്റ് ചെയ്ത് തന്ന്. എന്ത് മുടിയാണെന്തോ. കേളിയും അല്ല, സ്ട്രെയിറ്റും അല്ല, വേവിയാണെന്ന് തോന്നുന്നു. ഇതൊരു ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല ഞാൻ. അതൊക്കെയാണ്. റിലാക്സ് ചെയ്ത് പോവാം. നമ്മൾ നേരത്തെ മോളിലെത്തി. സോ നമ്മൾ വിചാരിച്ചു ചായ കുടിച്ചിട്ട് തിയേറ്ററിലോട്ട് പോവാന്ന്. ഓക്കെ, ചായ കുടിക്കാം. ഞാൻ ഫസ്റ്റ് ടൈമിലാണ് ഐമാക്സിൽ ഫിലിം കാണാൻ പോകുന്നത്. With her on WhatsApp for hassle-free ticket and food booking, feedbacks and much more. നമ്മുടെ ഫിലിം വന്നിട്ട് ഒരു 10:15 സ്റ്റാർട്ട് ചെയ്തിട്ട് 2:30 തീർന്നിട്ടുണ്ടായിരുന്നത്. രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. ആ ചായയിലാണ് ഇത്ര നേരം നിന്നത്. സോ നമ്മൾ ഫിലിം കഴിഞ്ഞ് വേറെ മോളിൽ ചുറ്റിക്കറങ്ങാനൊന്നും നിന്നില്ല. നേരെ ഡൊണ്ണെ ബിരിയാണി കഴിക്കാനായിട്ട് പോയി. അപ്പം ഇങ്ങനെയാണോ അതിനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഡൊണ്ണെ ബിരിയാണിയാണെന്ന് തോന്നുന്നു. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അടിപൊളി ടേസ്റ്റാണ്. എനിക്കിപ്പോൾ കേരള ബിരിയാണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് എൻ്റെ ഒരു ഫേവറേറ്റാണ് ഡൊണ്ണെ ബിരിയാണി. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അതിൻ്റെ കൂടെ വേറെ എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരെനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ എവിടെയെങ്കിലും എഴുതി വെക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ മെട്രോ കയറി. അങ്ങനെ മെട്രോ കയറി നേരെ പോയത് ഇലക്ട്രോണിക് സിറ്റിയിലായിരുന്നു. അവിടെ ചെന്ന് ചായയോ ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് പിരിയാമെന്ന് വിചാരിച്ച്, ലൈക്ക് ഇന്നത്തെ പരിപാടികൾ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച്
അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും നല്ല അവക്കാഡോ ഷേക്ക് കുടിച്ച്. ലൈക്ക് അതിൻ്റെ കൺസിസ്റ്റൻസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ലൈക്ക് നല്ല ക്രീമി പോലെയാണ് ഇരുന്നത്. സ്ട്രോയിൽ കൂടെ സംഭവം വരാൻ ബുദ്ധിമുട്ടായിരുന്നു, അത്രയും നല്ല തിക്കായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് നേരെ ഹൊസൂറിലെത്തി. അവിടെ നിന്നൊരു ചായയും കുടിച്ചു. പിന്നെ എന്തെന്നറിഞ്ഞൂടാ, റീസൺ ഇല്ലാതെ അവിടുത്തെ ആൾക്കാർ പടക്കമൊക്കെ പൊട്ടിക്കണുണ്ടായിരുന്നു. എന്താ റീസൺ എന്നറിഞ്ഞൂടാ. പിന്നെ ആ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടിക്കണത് കണ്ടു നിന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോയി. സോ ഞാൻ വീട്ടിലെത്തി. ഞാൻ സിനിമ കണ്ടിട്ട് റിവ്യൂ പറഞ്ഞിട്ടില്ലായിരുന്നു. റിവ്യൂ ഒന്നും പറയാനില്ല, നമുക്കറിയാമെന്നുള്ളതല്ലേ, ബാഹുബലി 1 ഉം 2 ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ. പക്ഷെ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും എന്ത് പറയാൻ, അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈക്ക് ഐമാക്സിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എടുത്തു പറയണം. പക്ഷെ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ആ വലിയ ബിഗ് സ്ക്രീനും സൗണ്ടും എനിക്ക് രോമാഞ്ചം വന്ന്. നമുക്ക് ഫുൾ വിഷ്വൽസ് ഒറ്റൊരു സ്ക്രീനിൽ ഇങ്ങനെ എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷെ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ പിന്നെ ബാഹുബലി കുറച്ച് ഇതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട് അവർ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് 2-3 സീൻസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് രോമാഞ്ചം വന്നു. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ബാഹുബലി പിന്നെ റീവാച്ച് ചെയ്യുന്നത്. അതും രണ്ടും കൂടെ ഒറ്റയടിക്ക് അടിപൊളിയായിരുന്നു. എന്തോ നൊസ്റ്റയൊക്കെ വന്ന് പണ്ട് കണ്ടില്ലേ, എന്തോ എല്ലാം കൂടെ നിറഞ്ഞൊരു ഫീലിംഗ് ആയിരുന്നു. എന്നാലും ഒരു നല്ലൊരു ഡേ ആയിരുന്നു. അത് കണ്ടതോടെ ഒരു ഡേ ഒന്ന് കംപ്ലീറ്റ് ആയി, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. പിന്നെന്താണ് മൂവീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ അപ്പം പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ ക്യാമറ എടുത്ത് ഉയർത്തിയായിരുന്നു പറയാനായിട്ട്. പക്ഷെ കുറേ ആൾക്കാർ, എനിക്കിപ്പോൾ ആൾക്കാരെ കാണുമ്പം സംസാരിക്കാൻ ഒരു ക്രിഞ്ചല്ല, സംസാരിക്കാൻ എല്ലാവരും എന്നെ നോക്കൂലേ, അങ്ങനെ ഒരു ഫീലിംഗ് വരും. സോ ഞാൻ അവിടെ വെച്ച് കുറേ ട്രൈ ചെയ്ത് ഇങ്ങനെ ക്യാമറ വെക്കും, വല്ല കോപ്പറായും കാണിച്ചിട്ട് ഞാൻ താഴോട്ട് വയ്ക്കും. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് മീൻസ് എടുത്തില്ല അവിടെ വെച്ചിട്ട്. വീട്ടിൽ വന്നിട്ട് സമാധാനമായിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് പറയാമെന്ന് വിചാരിച്ചു. ഐമാക്സിൽ അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. അയ്യോ അതൊക്കെ തന്നെ. ഫുൾ ടയേർഡല്ല, എനിക്ക് ലൈക്ക് എനർജി ഫുള്ളാണ്. ബട്ട് കാല് കുറച്ച് നടന്ന്, അപ്പം ഞാൻ എന്നും ഇടാത്തൊരു ചെരുപ്പാണ് ഇട്ടത്. അപ്പം നടന്നിട്ട് അങ്ങനെ കാല് ഒന്ന് വേദന. അതൊക്കെ തന്നെ. ഇനി നാളെ രാവിലെ എണീക്കണം, ഓഫീസിൽ പോകണം, ജിമ്മിൽ പോകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നെക്സ്റ്റ് സാറ്റർഡേ ആവാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ലൈക്ക് സാറ്റർഡേ സൺഡേ ആവാൻ വെയിറ്റ് ചെയ്യാണ്. ലൈക്ക് നമുക്ക് ഗ്രാജുവേഷൻ വരുന്നുണ്ട്, ഈ മന്തിലാണ് ഗ്രാജുവേഷൻ. സോ ഞാൻ എന്ത് ഔട്ട്ഫിറ്റ് ഇടണമെന്ന് ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ലൈക്ക് എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടു വെച്ചിരുന്നൊരു സാധനമാണ്. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് കുറഞ്ഞ്. ലൈക്ക് അന്ന് ഞാൻ വലിയ പ്ലാനിങ് ആയിരുന്നു, അതിടണം, ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ഔട്ട്ഫിറ്റ് ഇടണം, ഹീൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിരുന്നു. ഇപ്പം ഞാൻ ട്രെയിൻ ടിക്കറ്റ് പോലും ബുക്ക് ചെയ്തിട്ടില്ല. എന്ത് ഔട്ട്ഫിറ്റ് ഇടണം, സാരി ഇടണോ, വേറെ വല്ലതും നോക്കണോ, ഒന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഒരുമാതിരി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചത്തതുപോലെ ഇരിക്കുകയാണ്. സോ നാളെ ഇനി ഇവിടെ അടുത്തുള്ള കടയിലൊക്കെ പോയി നോക്കണം എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന്. ഇല്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ ബാംഗ്ലൂരോട്ട് പോകണം. ഏതെങ്കിലും മോളോ സ്ട്രീറ്റിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ എനിക്ക് വാങ്ങണം. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. ഇതൊക്കെ തന്നെ. ഇനി ഞാൻ ഫ്രഷ് ആവുന്നു, കുറച്ച് എഡിറ്റ് ചെയ്യണം, ഉറങ്ങണം, ഇതൊക്കെ തന്നെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അതുവരെ ബൈ, ഗുഡ് നൈറ്റ്.